നമസ്കാരം. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം പൊതുയോഗവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് PM വിജയന്റെ അധ്യക്ഷതയിൽ നേരുമംഗലത്ത് വെച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MS റസാഖ് സ്വാഗതം പറഞ്ഞു. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുനമ്പർ സന്തോഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന നേതാക്കന്മാരായ KC ടോമി, AG ജോർജ്, KP ബാബു, ഷമീർ പനക്കൽ, സൈജന്റ് ചാക്കോ, PR രവി, ജയ്മൻ ജോസ്, IV ജിജോ, MM നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു. പിണറായി വിജയനും കൂട്ടാളികൾക്കും കേരളത്തിലെ തൊഴിലാളികളെ കുറിച്ചോ കേരളത്തിലെ ജനങ്ങളെ കുറിച്ചോ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് പോകട്ടെ, അവശേഷിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും 4 പുത്തൻ ഉണ്ടാക്കണം എന്നത് മാത്രമാണ് പിണറായി വിജയന്റെയും കൂട്ടാളികളുടെയും ചിന്ത. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഗവൺമെന്റിലെ മന്ത്രിമാർ ഒരു വശത്ത് അഴിമതി നടത്തുന്നു, മറ്റു പാർട്ടി നേതാക്കന്മാർ മറ്റൊരു വശത്ത് അഴിമതി നടത്തുന്നു. അത് മാത്രമാണോ പാർട്ടി നേതാക്കന്മാരും ഗവൺമെന്റിലെ മന്ത്രിമാരും മാത്രമാണോ അഴിമതിക്കാരായി മാറിയിട്ടുള്ളത്? അതവർ മാത്രമല്ല, ഇന്നിപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ, മകന്റെ ഭാര്യ, പിതാവ് ഒക്കെ അഴിമതി ആരോപണത്തിന്റെ നടുവിൽ പെട്ടുഴലുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ഇവർ ഇപ്പോൾ അഴിമതി നടത്തി എങ്ങനെയെങ്കിലും 4 പുത്തനുണ്ടാക്കണം എന്ന വിചാരവുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കേരളത്തിലെ തൊഴിലാളികളെ കുറിച്ച് നോക്കി മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിയവർ ഇന്നിപ്പോ അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളോട് ഇന്നലകളിൽ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ